ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനായുള്ള കാത്തിരിപ്പ് നാളെ അവസാനിക്കും. ആ ഫൈനൽ കഴിഞ്ഞാൽ ഇന്ത്യ ജയിക്കുമോ അതോ ന്യൂസിലൻഡ് ജയിക്കുമോ എന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ വലിയൊരു പോരാട്ടം തന്നെയാണ് കാണാനിരിക്കുന്നത്. കിരീട പോരാട്ടത്തിൽ കരുത്തരായ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടുന്നത് തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വാർത്ത. രണ്ട് ടീമും ശക്തമായ താരങ്ങളുടെ നിര തന്നെയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫൈനലിൽ കിവീസിനെ തോൽപ്പിക്കുക വളരെ പ്രയാസമായ കാര്യമാണ്. ഇതിനു മുൻപ് 2 തവണയാണ് ഇന്ത്യ ICC ടൂർണമെന്റ് ഫൈനലിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത്. 2 തവണയും ജയം ന്യൂസിലൻഡിനായിരുന്നു. അതുകൊണ്ട് തന്നെ കണക്കുകൾ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. കരുത്തരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഗംഭീര ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് എത്തുന്നതും ന്യൂസിലൻഡിന് ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യമാണ്. എന്നാൽ തോൽവി അറിയാതെ ഫൈനലിലെത്തിയ ഇന്ത്യ കപ്പ് നേടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പല പ്രമുഖരും വിലയിരുത്തുന്നതും ഇത് തന്നെയാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ജാതകവും വിലയിരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ജ്യോതിഷിയായ ഗ്രീൻസ്റ്റോൺ ലോബോയുടെ വാക്കുകളിൽ പറയുന്നത് ഈ മെസ്സിയുടെയും രോഹിത്തിന്റെയും ഒക്കെ ഒരുപോലത്തെ ജാതകമാണ് എന്നാണ്. ഇവർ രണ്ടുപേരുടെയും ഒരുപോലത്തെ ജാതക പ്രകാരം രോഹിത് ശർമ്മയ്ക്ക് വളരെ ഭാഗ്യമുള്ള സമയമാണിതെന്ന് പറയുന്നു. രോഹിത് ഫുട്ബോൾ ഇതിഹാസ ലയണൽ മെസ്സിയെ പോലെയാണെന്നാണ് ജ്യോതിഷി പറയുന്നത്. രണ്ടുപേരുടെയും ജാതകം തമ്മിൽ വലിയ സാമ്യതകളാണുള്ളതെന്ന് പറയുന്നു. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള വലിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുള്ള ജാതകമാണ് ഇവരുടേതെന്നും ജ്യോതിഷി ചൂണ്ടിക്കാട്ടുന്നു. രണ്ടുപേരും കഴിവ് കൊണ്ട് ഒരുപോലെയാണെന്നും അദ്ദേഹം പറയുന്നു. രോഹിത് ശർമ്മ മെസ്സിയെ പോലെയാണെന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട്. രണ്ടുപേരുടെയും ജനനം ഒരേ വർഷമാണ്. പല അത്ഭുതങ്ങളും സാമ്യതകളും ഇവരുടെ ജാതകത്തിൽ പ്രകാരമുണ്ട്. മെസ്സി ലോകകപ്പും കോപ്പ അമേരിക്കയും നായകനായി നേടി. എന്നാൽ ഇഷ്ടപ്പെട്ട ക്ലബായ ബാഴ്സലോണയിൽ നിന്ന് അവസാന സമയത്ത് അവഗണന നേരിടേണ്ടി വരുന്നതും വളരെയധികം കഷ്ടമായി പോയി. രോഹിത് ശർമ്മയുടെ കാര്യവും അത് തന്നെയാണ്. മുംബൈ ഇന്ത്യൻസിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നാൽ അവൻ ക്യാപ്റ്റനായി T20 ലോകകപ്പ് നേടി. ഇനി ഒരു കിരീടം കൂടി നേടാനുള്ള ഭാഗ്യം രോഹിത്തിൽ ശേഷിക്കുന്നുണ്ട്. അത് ചാമ്പ്യൻസ് ട്രോഫിയാണ്. ഇതിനു ശേഷിയുള്ള താരമാണ് രോഹിത്. അവന്റെ ജാതക പ്രകാരം ഏറ്റവും മികച്ച സന്തോഷത്തിലൂടെയാണ് കടന്നു പോകേണ്ട സമയമെന്ന് ജ്യോതിഷി പറഞ്ഞു. ഇന്ത്യൻ ടീമിന്റെ നല്ല സമയം രോഹിത് ശർമ്മ മാത്രമല്ല എന്നും ടീം എന്ന നിലയിൽ ഇന്ത്യയുടെ നല്ല സമയമാണ് മുന്നിലുള്ളതെന്നും ജ്യോതിഷി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഇന്ത്യൻ ടീം എന്ന നിലയിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ മികച്ചതായിരിക്കുമെന്നും ഇന്ത്യൻ ടീം കൂട്ടുകെട്ട് ന്യൂസിലൻഡിനെതിരെ മുൻതൂക്കം നൽകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യക്ക് 5 പ്രധാന താരങ്ങളാണുള്ളത്. KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, ശ്രേയസ് അയ്യർ, രോഹിത് ശർമ്മ എന്നിവരാണ്. 1992 94 ഇടയിൽ ജനിച്ചവരാണ് ഇവരിൽ 4 പേരും. ഇവരുടെ ജാതക പ്രകാരമുള്ള നില ഇന്ത്യയുടെ കിരീട പ്രതീക്ഷകൾക്ക് സജീവമാക്കുന്നു. ന്യൂസിലൻഡിന്റെ 6 താരങ്ങൾ ഈ സമയത്തിനുള്ളിൽ ജനിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരൊന്നും തന്നെ ഭാഗ്യ സമയത്തിലൂടെ കടന്നു പോകുന്നവരല്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രകടനം പ്രതീക്ഷിക്കാനുമാകില്ല. ജയം ഇന്ത്യക്കൊപ്പമാകുമെന്നാണ് ജ്യോതിഷി ഉറപ്പിച്ചു പറഞ്ഞ കാര്യം.